നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഇവർ മേടിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാത്തിനും ഏതിനും എന്തിനും എല്ലാത്തിനും പൈസ ഇടവക അംഗങ്ങളെ കൊണ്ട് നിർബന്ധിത സംഭാവനയായിട്ടാണ് ഇവര് മേടിപ്പിക്കുക. അപ്പൊ സ്തോത്ര കാഴ്ചയുടെ സമയത്തൊക്കെ ചില പള്ളികളിലായിട്ട് ചിലടത്ത് സ്തോത്ര കാഴ്ചയുടെ സമയത്ത് ആ കപ്പ്യാരച്ഛൻ തന്നെയായിരിക്കും, ചിലപ്പം കപ്പ്യാര് തന്നെയായിരിക്കും ഈ പാത്രം കൊണ്ട് വരിക. ചിലടത്ത് ആ പാത്രം പാസ് ചെയ്തായിരിക്കും വരിക. ചിലടത്ത് പൈസയൊക്കെ കൂടുതൽ വേണം, പള്ളി പണിയോ എന്തെങ്കിലും അവിടെ പണികളോ സ്കൂളോ കോളേജോ ഒക്കെ നടക്കുന്ന പള്ളികളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആ വികാരി തന്നെ ഈ പാത്രവും പിടിച്ചുകൊണ്ട് ഓരോരുത്തരുടെ അടുത്തോടെ വരും. അടുത്തോടെ വന്നിട്ട് ഇടാത്തവരുടെ ഫ്രണ്ടിലായിട്ട് അങ്ങ് തച്ചു നിൽക്കും, ഇടാണ്ട് പോകത്തില്ല. അപ്പൊ പള്ളി സാധാരണ ഈ വാക്കബിൾ ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ സ്ത്രീകളുടെയൊക്കെ കൈ ചിലപ്പോൾ പൈസ കാണത്തില്ല, നമ്മൾ വെറുതെ ഇറങ്ങി പോകുന്ന പോലെ പോകുന്നു, നമുക്കൊരു വണ്ടിക്കുലിക്ക് പോലും കാശ് എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ വന്നിട്ട് ഫ്രണ്ടിലായിട്ട് ഈ പാത്രം നീട്ടി പിടിച്ചോണ്ട് അവിടെ കുറച്ചു നേരം നിന്ന് നാണം കെടുത്തിട്ടേ പോത്തുള്ളൂ. അതൊരു രീതിയാണ്. അപ്പൊ അടുത്ത ആഴ്ച ശരിക്കും പറയുകയാണെങ്കിൽ എന്തുവാ, ഈ പള്ളി പോകുന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ സ്ത്രീകൾ എടുത്ത് പിടിക്കുന്നത് ഇടാനുള്ള കാശായിരിക്കും, അല്ലെങ്കിൽ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അപമാനിക്കപ്പെടുവാണ്. പിന്നെ വേറൊരു മെത്തേഡ്, ഇവര് പൈസ ഇടാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്ന വേറൊരു മെത്തേഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പറയും കർത്താവിന് കൊടുക്കുന്ന സാധനം നിങ്ങളൊന്ന് പൊക്കി കയ്യിലായിട്ട് കർത്താവ് കാണത്തക്ക രീതിയിലായിട്ട് പൊക്കി പിടിക്കാൻ പറയും. അപ്പം ഒരാളുടെ മുമ്പിൽ ഒരാളുണ്ടാവും, പുറകിലുണ്ടാവും, സൈഡിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെല്ലാരും കാണും പൊക്കി പിടിക്കുക. എന്നിട്ട് നിങ്ങൾ പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരുടെ കയ്യിലെ നോക്കാൻ പറയും. എന്നിട്ട് നിങ്ങൾ തന്നെ അളന്ന് എന്നാ കുലുക്കി ആ വിധവയുടെ ചില്ലിക്കാശിന്റെ ആ ഉപമയും കൂടെ പറഞ്ഞാണ് അവര് ഈ സാധനം ഇപ്പൊ പൊക്കി പിടിച്ചേക്കുമല്ലേ, അപ്പൊ എല്ലാരും കാണുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഇടിയിപ്പിക്കുന്നത്, അങ്ങനെ പല പല ടെക്നിക്കുകൾ ഇവർ പള്ളികളിലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ